നമുക്ക് ഒരാളെ പരിചയപ്പെട്ടാലോ? ഒരുപാട് കഴിവുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ നമ്മളെന്താ പറയണേ, നമുക്ക് ആളെ തിരിച്ചറിയാൻ പറ്റില്ല. കാരണം നമ്മളിന്ന് ഒരു ദിവസം പുള്ളിയുടെ ബുക്ക് എടുത്ത് നോക്കിയപ്പോഴാണ് പുള്ളിയുടെ കഴിവ് നമുക്ക് കാണാൻ പറ്റിയത്. നമുക്ക് ആളെ പരിചയപ്പെടാം. ബാ, ഇതാണ് നമ്മുടെ ബോവസ്. ബോവസിന്റെ മെയിൻ പരിപാടി ഡ്രോയിങ്സ് ആണ്. അവന്റെ ഡ്രോയിങ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്നാ ഡ്രോയിങ്, എന്നാ പിക്ചർ. നിന്റെ മെയിൻ പരിപാടി എന്താ? കാർട്ടൂൺ വരകലാണോ? കണ്ടോ ഡ്രോയിങ് നോക്കി അവന്റെ. നമുക്ക് ഒന്നും പറയാനില്ല അവന്റെ ഡ്രോയിങ്ങിൽ. അവന്റെ കളർ ഡിസൈനിങ്ങും നമുക്കിതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. പക്ഷെ അവന്റെ ഡ്രോയിങ് കണ്ടിട്ട് നമ്മൾ എന്താ പറയണേ, അതിശയപ്പെട്ട് തന്നെ പോയി. കണ്ടോ? ഇത് ഒരുപാട് ബുക്ക് ഉണ്ട് ഇല്ലടാ? ഒരുപാട് ബുക്ക് ഇല്ലടാ? എത്ര ബുക്ക് ഉണ്ട് ഇതേപോലത്തെ? 5 ബുക്ക് ഉണ്ട്. 5 ബുക്ക് നിറച്ച് ഇതേപോലത്തെ പിക്ചേഴ്സ് ആണ്. ഫോട്ടോ നന്നായിട്ട് സൂം ചെയ്യട്ടോ. കണ്ടോ? ഇതിന്റെ പേരാണോ എഴുതിച്ചാണേ? ഇതിന്റെ പേരെന്തുവാ? സുഗുണ. ഇത് എന്ത് സാധനം അത് ശരിക്കും? ആനിമേൻ. എന്നാന്ന് അവനെ അറിയുള്ളൂ കേട്ടോ, എനിക്കറിയത്തില്ല. കാരണം പുതിയ ജനറേഷനിൽ എന്തൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല. ഇത് ബസ്സാണ്. ഇത് കണ്ട ബസ്സാണ്. ഇതെന്തോ വയനാടൻ കളത്തിലിറങ്ങി. വയനാടൻ കളത്തിലിറങ്ങി. ഇതെന്താ മറ്റേ യൂട്യൂബറിന്റെ നോക്കിയിട്ടാണോ? ഓക്കെ. കണ്ടോ? ഇത് അക്കാസ. കണ്ടോ? ഇത് പിക്ചർ നോക്കിയത് ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവും. നീ ഇങ്ങോട്ട് മാറിയേക്ക്, കാണട്ടെ നിന്നെ. ഇത് ഡെയ്തറ. കണ്ട പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഡ്രോയിങ് നമ്മൾ അതിശയപ്പെടുന്ന ഡ്രോയിങ് ആണ്. നമുക്ക് ഇതിനെ കുറിച്ച് ഇവനെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത് ഇവനെ. പിന്നെ നീ എത്രാം ക്ലാസ്സിലപ്പോ പഠിക്കണേ? 7. ഏത് സ്കൂളിലാണ് പഠിക്കണേ? ദേറ സ്കൂളിലല്ലേ? കണ്ടോ അവന്റെ? നീ അവിടെ തന്നെ പഠിക്കണേ? നീ പഠിക്കണ്ടോ? ഇതേനപ്പോ കാശി. ഇതൊക്കെ ശരിക്കും മറ്റേ ആനിമേ ഉണ്ടോ? ഇത് ഇത് കണ്ടോ? ഈ പിക്ചറൊക്കെ നോക്കിയേ. എന്താലേ ഇത് ഒരു പടം വരയ്ക്കാൻ നിനക്ക് എത്ര സമയം എടുക്കും? 1 മണിക്കൂർ. 1 മണിക്കൂർ കളറൊക്കെ കൊടുത്ത് ഡിസൈൻ ചെയ്തെടുക്കും നീ അടിപൊളിയായിട്ട്. 5 മിനിറ്റ്. ഇതെങ്ങനെയാ നീ ഇങ്ങനെ നോക്കിയാണോ വരയ്ക്കണോ അതോ ഗൂഗിളിൽ നോക്കി ഫോണിൽ നോക്കിയാണ് അല്ലേ? എന്തായാലും വളരെ വളരെ മനോഹരാട്ടോ. ഇത് എന്താ നോക്കിയത്? ഇതെന്താ ശരിക്കും? ഇത് കണ്ടോ? ഫുള്ളായിട്ടില്ല, പക്ഷെ പുള്ളിയുടെ കഴിവ് അപാരം തന്നെ. നീ ഡ്രോയിങ് മത്സരത്തിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ആണോ? സമ്മാനം കിട്ടിയിട്ടുണ്ടോ? സമ്മാനമൊന്നും കിട്ടിയിട്ടില്ലേ? കുഴപ്പമില്ല. നീ ഡ്രോയിങ് കളയരുത്. എപ്പോഴും ഡ്രോയിങ് വരച്ചുകൊണ്ടേ ഇരിക്കുക. കാരണം നിനക്ക് നല്ല ഫ്യൂച്ചർ ഉള്ളതാണ് നിനക്ക് വരയില്, കേട്ടോ. ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അങ്ങനത്തെ രീതിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഫ്യൂച്ചർ ഉണ്ട്. ആണോ? കാണിച്ചേ, പടങ്ങൾ കാണിക്കേ. അത് മാറിയത് നീ നിന്റെ പടം നിന്നെ കാണിച്ചോ? ഏതാ നല്ല പടം എന്ന് വെച്ചാൽ? നിനക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചാ പേര് പറഞ്ഞോ, നമുക്ക് മനസ്സിലാവുകയും ചെയ്യില്ല. അതൊക്കെ പതുക്കെ പോ. ഇത് മറ്റേ കളർ കൊടുക്കാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇതിന്റെ അകത്തൊക്കെ? ഓക്കെ. ഇതിന്റെ പേരാണ് മുയിച്ചിറോ. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ. ഇത് നീ മറ്റേ കോപ്പി അടിക്കണ ജസ്റ്റ് ഗൂഗിളിൽ നോക്കി വരയ്ക്കണയാണല്ലേ? എന്തായാലും വളരെ വളരെ മനോഹരമാട്ടോ ഇവന്റെ ബുക്കിലൊക്കെ പടം ഉണ്ട് അല്ലേ? പല ബുക്കുകളിൽ നോക്കിയൊക്കെയാണ് അവൻ പടം വരയ്ക്കണേ. സോറോ. ഇത് ശരിക്കും രാജാക്കന്മാർക്കിടെ ആണോ ഓരോരുത്തരെ? അങ്ങനെയാണോ? കാർട്ടൂണിലുള്ളത് അല്ലേ? ഓക്കെ. ഗംഗോക്കു. ഇനോസ്കെ. പതുക്കെ പോകും. ഇനോസ്കെ, യുറിച്ചി. ഇതൊക്കെ പടം മറ്റേ കളർ കൊടുക്കാനുണ്ട് തോന്നുന്നു അല്ലേ? കളർ കൊടുക്കാനുണ്ട് ഒരുപാട്. കാരണം ഇതെല്ലാത്തിലും കളറാവും കൊടുത്തിട്ടില്ല. കളർ കൊടുക്കാൻ സമയം എടുക്കായിരിക്കും അല്ലേ? കളർ കൊടുക്കാനാണ് സമയം എടുക്കണേ അല്ലേ? കളർ ഇല്ലാത്തതുകൊണ്ടാണ് പഠിക്കാതെ. പുള്ളിയുടെ കളറൊക്കെ തീർന്നു പോയി, അതുകൊണ്ടാട്ടോ. കളർ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. സ്കെച്ച് വെച്ചാണ് ഇതൊക്കെ വരയ്ക്കണേ. സ്കെച്ച് വെച്ചാണ് പുള്ളി വരയ്ക്കണേ. പക്ഷെ എന്താ ഗോക്കു എന്നുള്ള ആളാണ് സ്കെച്ച് വെച്ചാണ് വരയ്ക്കണേ. പക്ഷെ പുള്ളിക്ക് സ്കെച്ച് തീർന്നിരിക്കുകയാണെന്ന് തോന്നുന്നു ഇപ്പൊ. കാരണം എപ്പോഴും ഇത് തന്നെയല്ല വരാൻ ഇനി ആയതുകൊണ്ടായിരിക്കാം. സ്കെച്ച് മേടിച്ചു കൊടുക്കൂല പോലും പറഞ്ഞിട്ടൊന്നും അറിയത്തില്ലായിരിക്കും. അതെ, ആ സാധനം എനിക്ക് അറിയത്തില്ല കേട്ടോ. അല്ല ക്ഷമിക്കണ കാരണം എനിക്കിത് അറിയത്തില്ല ഇത് ആരൊക്കെയാന്ന്. പക്ഷെ അവനിത് നന്നായിട്ട് അറിയാം.
വാവ്, ഇതൊക്കെ സൂപ്പർ ആട്ടോ. അത് ഗോജോ എന്നാ ലുക്കാന്ന് നോക്കിയത് അല്ലേ. ഇത് മൊത്തം പെൻസിലാ അല്ലേ, പെൻസിൽ ഡ്രോയിങ് അല്ലേ മൊത്തം. ഓ എന്താ നോക്കി, എത്ര മനോഹരമായിട്ടാണ് വരച്ചേക്കണെന്ന് നോക്കി. സൈറ്റാ, സൈറ്റിന്റെ പേര് എല്ലാത്തിന്റെ പേര് പുള്ളി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം പുള്ളി മറന്നു നോക്കണോ? അല്ല നിനക്കറിയാമോ എല്ലാത്തിന്റെയും പേര്? ഓ അടിപൊളിയാണ്. നിന്റെ കണ്ണൊക്കെ വരച്ചേക്കണ നോക്കി, ഇതിന്റെ വെട്ട് കിട്ടിയണല്ലോ അടിപൊളിയായിട്ട്. എത്ര മനോഹരമായിട്ടാവും വരച്ചേക്കണെന്ന് നോക്കി. ബോവസ് ബോവസ് ബിജു അല്ലേ. 7 ഡി 7 ബി. വാവ്, ഇതാണ്ട ഇത് കളർ കൊടുത്തേക്കണ എന്താ മനോഹരം നോക്കി. അവന്റെ കളർ കൊടുത്തേക്കണത് ഇത്ര മനോഹരമായിട്ട് അവൻ എടുക്കാൻ നോക്കി. ഇതാരാ? ഇത് തന്നെയാണ് ആദ്യം വരച്ചത് ആണോ? പേരൊക്കെ ഏകദേശം ഒരേപോലെ ഇരിക്കണോണ്ടേ നമുക്ക് മനസ്സിലാവണില്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. കോക്കോ ഷിബുവോ? ആ ഓക്കെ. ഓ ഇത് ഇങ്ങനെയാണല്ലോ ഇരിക്കണേ. അതെ ആ സാധനം, ആ പേര്. എന്തായാലും ഇവര് ഇത് ഫുള്ള് എന്താ എന്നെ കാണിക്കണ്ട. ഇത് ഫുള്ള് അവന്റെ ഡ്രോയിങ്സ് ആട്ടോ ഇത്. നമുക്കത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ഈ പറയാം ന്യൂ ജനറേഷൻ പിള്ളേരോട് തന്നെ ചോദിക്കണം. കൈ മാറ്റാതും മാതറ അതിന്റെ പേര് അതുകൊണ്ട് ഉൽച്ചിഹ. എന്താ രസാന്ന് നോക്കിയാ അവന്റെ ഉൽച്ചിഹ ഒക്കെ. എന്നാ ഡ്രോയിങ് നോക്കണേ അവന്റെ. നിസ്സാര കഴിവുള്ളവനല്ല അവൻ. ഊച്ചിറോ ഇത് പുള്ളിയിൽ ആദ്യം പഠിച്ചത് നീ അല്ലല്ലേ? ആദ്യം പറഞ്ഞായിരുന്നു തോന്നുന്നല്ലേ? ഓക്കെ. പിന്നെ ബുക്ക്, ഇനി വേറെ ബുക്ക് ഉണ്ടോ വീട്ടില്? ചെറിയ ബുക്ക് ഇതെന്നാ ഇത് കണ്ടോ? ഇതിന് അടുത്തത് ഈശ്വര ഇത് കണ്ടത്. ഇത് ജോഗോ. ഇത് പുള്ളി ഒരു പ്രാവശ്യം വരച്ച തന്നെയാണ്, പക്ഷെ വേറെ പിക്ചർ ആണെന്നുള്ളൂ കേട്ടോ. ടോബി റോമ ഇറ്റാച്ചി ടാഞ്ചിറോ. ഓ ഇതൊക്കെ പെൻസിൽ ഡ്രോയിങ് ആട്ടോ. ഇത് പേന കൊടുത്തണോ അല്ലെ? ഇത് പേനയാണ്. ആഷിറാമ. ഇത് കണ്ടോ ഇതിന്റെ ലുക്ക്? നമ്മുടെ മമ്മി പോലെയൊക്കെ ഇരിക്കണം. മമ്മിയുടെ മറ്റേ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ കാണാൻ പറയാൻ പറ്റും ഇങ്ങനത്തെ. ഈജിപ്തിലെ മമ്മികളെ പോലെ. എന്നാ ലുക്കാ നോക്കിയത്. സറോട്ടോബി കക്കാശി ഞാൻ പഠിച്ചു. നറൂട്ടോ. ഇത് എന്താ ഇത്? ഈ പടമൊക്കെ വരയ്ക്കാൻ നിനക്ക് എത്ര സമയം എടുക്കുന്ന പറഞ്ഞാ? 5 മിനിറ്റ് നോക്കി വരയ്ക്കും ഡ്രോയിങ് അല്ലേ? ഇങ്ങനത്തെ പടങ്ങളാണ് മൊത്തം വരയ്ക്കുന്നത്. അതുകൊണ്ട് ഈ പറയുമ്പോൾ മറ്റേ സാധാരണ ആളുകളുടെ പടങ്ങളും അല്ലെങ്കിൽ ഇങ്ങനത്തെ പടങ്ങളും നീ വരയ്ക്കാറില്ലേ? അതും വരയ്ക്കില്ല. നിനക്ക് ഇങ്ങനത്തെ പടങ്ങളോട് താല്പര്യം. ഇനി നന്നായിട്ടുണ്ട്, അടിപൊളിയുണ്ട് കേട്ടോ. ഇതാരാ? അത് ഷിക്കമാർ. നന്നായിട്ടുണ്ട്. ഡ്രോയിങ് തീർന്നിട്ടില്ല, അവൻ ഫില്ല് ചെയ്യാൻ കിടക്കാണ്. സരാദ ഉജിഹ. ഇത് ഏതോ ലേഡി ആട്ടോ. ലുക്ക് കണ്ട് കണ്ണാടിയൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ നല്ല ലുക്കിൽ തന്നെയാണ് ഇങ്ങനെ വച്ചേക്കണത്. എന്ത് രസമാന്ന് നോക്കി ഇവന്റെ ഇത് അല്ലേ? ഇത് എന്നാ പെയിന്റ് ആണോ? സ്കെച്ച് നന്നായിട്ട് പുള്ളി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് സ്കെച്ച് കഷ്ടപ്പെട്ട് ഒരുപാട് സ്കെച്ചിന്റെ അത് തീർത്തിട്ടുണ്ട്. ഇന്ദിര. ഇത് മലയാളിയാണോ? ഇന്ദിര എന്നൊക്കെ പേര് കേട്ടോണ്ട് ചോദിച്ചാട്ടോ. ആദ്യത്തെ ഒറ്റ പേര് അവിടെ മലയാള ലുക്കിലില്ല. ഇന്ദിര. ഇതിന്റെ ഒക്കെ ഡ്രോയിങ് കളർ കൊടുക്കാൻ പുള്ളിക്ക് സമയം കിട്ടിയിട്ടില്ല. ബാക്കിത്തെ എല്ലാത്തിനും സമയം കിട്ടുമ്പോ നീ ഫസ്റ്റ് ഇതാണ് ചെയ്യണേ. മൊത്തം ഡ്രോയിങ് ആണോ? എപ്പോ സമയം കിട്ടിയാലും പഠിത്തത്തിനെ വിട്ട് കഴിഞ്ഞപ്പോ തന്നെ ഡ്രോയിങ് കൊടുക്കും അല്ലേ? ജോജിയോ? ടോജി. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. വെജിറ്റോ. ഇത്രേ ഉള്ളൂ. പിന്നെ വേറെ ബുക്ക് ഉണ്ടോ ഇനി? വേറെ ഉണ്ട്, പക്ഷെ അവൻ അത് എടുത്തിട്ടില്ല ശരിക്കും പറഞ്ഞ. പിന്നെ പുള്ളി ഭയങ്കര നമ്മുടെ റൊണാൾഡോ ഫാനാണ് കേട്ടോ. ഇന്ന് മാത്രമാണ് പുള്ളി റൊണാൾഡോ ഡ്രസ് ഇല്ലാതെ കാണുന്നത്. ഇതേവരെ വേൾഡ് കപ്പ് തുടങ്ങിയ പിന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം അവനെ കണ്ടപ്പോ തൊട്ട് അതുവരെ ഇവൻ മറ്റേ ഫുള്ള് റൊണാൾഡോ ആണ്. റൊണാൾഡോടെ എത്ര ജേഴ്സി ഉണ്ടോ നിനക്ക്? 5-6 ഉണ്ട്. അത് മുത്ത് നിക്കറും കൂടിയാണ് അവൻ മേടിക്കണം, അല്ലാണ്ട് വെറുതെ ഇതല്ല. വേണം റൊണാൾഡോ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ റൊണാൾഡോന്റെ മറ്റേ വലിയൊരു മറ്റേ ഫ്ലാഗ് ഒക്കെ, പോർച്ചുഗലിന്റെ ഫ്ലാഗ് ഒക്കെ ഇട്ടുണ്ട്. ഭയങ്കര ഫാനാണ് പുള്ളി രാവിലെ എണീറ്റ് റൊണാൾഡോയുടെ കളിയുള്ള ദിവസം തന്നെ പുള്ളി രാവിലെ 6:30-ക്കും 5:30-ക്കൊക്കെ എണീറ്റ് പുള്ളി ഇന്ന് കളി കാണും. അത് കഴിഞ്ഞിട്ടുള്ളൂ വേറെ എന്ത് പരിപാടിയും. അങ്ങനെ വളരെ ക്ലബില് പോയിരുന്നു. ഇവന്റെ ചേട്ടന്മാരുണ്ട്, ചേട്ടന്മാർ പിന്നെ കൊണ്ടുപോകും ക്ലബില്. രാത്രി 3:30-ക്കും 2:30-ക്കും 12:30-ക്കൊക്കെ വിളിച്ചുകൊണ്ടാണ് ഇവനെ പോണേ. അങ്ങനെ ക്ലബിൽ പോയി എല്ലാ കളിയും, റൊണാൾഡോന്റെ എല്ലാ കളിയും കാണും. റൊണാൾഡോ തോറ്റ ദിവസം ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയൊക്കെ ചെയ്താണ്. എന്താ ചെയ്യണ, കളി ഇനി അടുത്ത വേൾഡ് കപ്പ് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും അവന് ഭയങ്കര ആരാധകനാണ്. അങ്ങനെ വളരെ കഴിവുള്ള ഒരു പയ്യനാണ് നമ്മുടെ ബോവസ് ബിജു. 7ാം ക്ലാസ്സിൽ പഠിക്കണവൻ. അങ്ങനെ
അവന് ഇനിയും നല്ലൊരു ഡ്രോയിങ്ങും നല്ല പടങ്ങളും വരച്ച് വലിയൊരു മാർക്കറ്റിംഗ് പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെ വലിയൊരു സംഭവത്തിലേക്ക് അവൻ എത്തട്ടെ. അപ്പൊ നമുക്ക് അവന് എല്ലാവിധ ആശംസകളും നേരാം. കണ്ടോ അവന്റെ പിക്ചറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ എന്താ പറയാ, അത്രയ്ക്ക് ലുക്കാണ്. അപ്പൊ അവന് എല്ലാവിധ ആശംസകളും. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് പടം വരയ്ക്കുക. ഓക്കെ, സ്കെച്ചൊക്കെ കിട്ടും കേട്ടോ. സ്കെച്ചൊക്കെ കിട്ടി പടം വരച്ചോ. പക്ഷെ പഠിത്തം കഴിഞ്ഞിട്ട് വേണം വരയ്ക്കാൻ കേട്ടോ. അല്ലാണ്ട് 24 മണിക്കൂർ ഇത് വെച്ചോണ്ടിരിക്കരുത്. ഗ്യാപ്പ് കിട്ടുമ്പോ വരച്ചോളണം. ഓക്കെ, ഓക്കെ, ബൈ.